വനിതാ സംവരണ ബില്ലിന്റെ കരട് എംപിമാർക്ക് നൽകാതെ കേന്ദ്ര സർക്കാർ. ബുധനാഴ്ച മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് ഇതുവരെയും നൽകിയിട്ടില്ല. ബില്ല് നൽകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് എംപിമാർ പറഞ്ഞു. സർവകക്ഷി യോഗം വിളിച്ച് സമവായത്തിലെത്താൻ കേന്ദ്രം തയ്യാറാകണമെന്നും ആവശ്യം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ, വളരെ പൊടുന്നനെയാണ് ഈ ബില്ലുമായി കേന്ദ്രം രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ബില്ലിലെ വ്യവസ്ഥകളൊക്കെ കൃത്യമായി അറിയേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അതിന്റെ ഒരു കരട് എംപിമാർക്ക് നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു? അജിൽസി, ബുധനാഴ്ചയായിരുന്നു മന്ത്രിസഭാ യോഗം ചേർന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇതിന്റെ കരട് ബില്ലിന് യോഗം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും അത് എംപിമാർക്ക് ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഇതുവരെയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ആ എംപിമാരുമായി സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യം അറിയാൻ സാധിച്ചത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ വിവാദമാകുന്ന ബില്ലുകൾ വളരെ വൈകി നൽകുകയാണ് കേന്ദ്ര സർക്കാർ നിരന്തരം ചെയ്തു വരുന്നത്. അതിന് സമാനമായി തന്നെയാണ് ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ലും കേന്ദ്ര സർക്കാർ എംപിമാർക്ക് നൽകാതെ അതിൽ വലിയ രീതിയിലുള്ള കാലതാമസം ഇപ്പോൾ വരുത്തുകയാണ്. ഇതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് പഠിക്കാനായിട്ട് എംപിമാർക്കൊരു സമയം വേണം. എന്നാൽ ഈ സഭ ചേരുന്നതിന് തലേന്നൊക്കെ ആയിരിക്കും ഈ ബില്ല് എംപിമാർക്ക് കൈമാറുക. അങ്ങനെയെങ്കിൽ ഇതിലെ വ്യവസ്ഥകൾ ഉൾപ്പെടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇത് നേരത്തെ നൽകണമെന്ന്, ഇത്തരത്തിലുള്ള ബില്ലുകൾ നേരത്തെ നൽകണമെന്ന് നിരന്തരം എംപിമാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ അത് കേന്ദ്രം നൽകാറില്ല എന്നുള്ളതാണ് സത്യം. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഈ വനിതാ ബില്ലും കേന്ദ്ര സർക്കാർ അതിൻ്റെ ഡ്രാഫ്റ്റ് ഇതുവരെയും എംപിമാർക്ക് നൽകിയിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എംപിമാർ കേന്ദ്രത്തോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ആ ബില്ല് നൽകിയിട്ടില്ലെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സർവകക്ഷി യോഗം വിളിച്ച് ഈ ബില്ലിൽ ഒരു സമവായത്തിൽ എത്തണം എന്നുള്ള അഭിപ്രായം കൂടി എംപിമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. വനിതാ സംവരണത്തിന് ഒരു കാരണവശാലും പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളോ എതിരല്ല. വനിതാ സംവരണത്തിന് എല്ലാവരും അനുകൂലിക്കുന്ന കാര്യമാണ്. എന്നാൽ തിരക്ക് പിടിച്ച് അതിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ തിരക്ക് പിടിച്ചുകൊണ്ട് ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് പകരം നിലവിലുള്ള സീറ്റുകളിൽ തന്നെ വനിതാ സംവരണം ഏർപ്പെടുത്തുകയല്ലേ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി പ്രതിപക്ഷ എംപിമാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസിന്റെ CWC യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും കേന്ദ്ര സർക്കാരിന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകളുണ്ടോ എന്നുള്ള സംശയം ഉൾപ്പെടെ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ വേഗം ഈ ബില്ലിന്റെ കോപ്പി, ഡ്രാഫ്റ്റ് ബില്ല് എംപിമാർക്ക് ലഭിച്ചാൽ മാത്രമേ അത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളതുകൊണ്ട് എത്രയും വേഗം ഈ ബില്ല് നൽകണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്.